ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പ്രസവരക്ഷ ഇന്നുകൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങൾ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. പ്രസവരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് പാലാഴി ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും അവർ ഒരു കുട്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കുട്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. അഞ്ജന എന്നാണ് പേര്. അപ്പോൾ ഇന്ന് തൊട്ടാണ് കുളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അഞ്ജന അപ്പൊ ഇന്നോട്ടാണ് എന്റെ കുളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഒരു അറ്റൂർ അപ്പമായി ദോശ പറ. ഞാൻ എന്റെ അപ്പങ്ങളെല്ലാം കൂടെ കുട്ടി എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ കാണിച്ചു തരാം. ഇതാണ് എന്റെ പ്രസവരക്ഷ ചെയ്യാൻ വന്നേക്കുന്ന അവിടുത്തെ സ്റ്റാഫ്. പേര് അഞ്ജന. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലാസ്റ്റ് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു കുളി എന്നൊക്കെ. അങ്ങനെ അവിടുന്ന് ഡോക്ടേഴ്സ് വന്നായിരുന്നു. പാലാഴിയിൽ നിന്ന് ഡോക്ടേഴ്സ് വന്ന് ചിന്നുവിൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അത് കഴിഞ്ഞ് മെയിൻ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ഡോക്ടേഴ്സ് വന്നത് എന്നാന്ന് ചോദിച്ചാൽ ചിന്നുവിന് തലവേദന ഉണ്ടായിരുന്നു നല്ല. അതായത് ഡെലിവറിക്ക് മുമ്പ്, പ്രഗ്നൻസിക്ക് മുമ്പൊന്നുമല്ല, ഡെലിവറിക്ക് മുമ്പ് 2-3 ദിവസം മുമ്പ് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ പറഞ്ഞു മെയിൻ ഡോക്ടർ വേറെ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എക്സ്പ്രഷൻ ആദ്യമായിട്ട് അങ്ങനെ നമ്മുടെ കുളി സ്റ്റാർട്ട് ചെയ്യാൻ പോണു ഗൈസ്. ഇതാണ് ഫസ്റ്റ്. ആദ്യം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ തലയിൽ നല്ലപോലെ മസാജ് ചെയ്യും. നമ്മുടെ കുട്ടപ്പൻ കുഞ്ഞാവേനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പം കുറച്ച് നേരം ഉണ്ട് ഒരു മസാജിങ്. തലയ്ക്ക് നല്ലൊരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കുട്ടപ്പൻ ആരെയോ വായി നോക്കുന്നുണ്ടല്ലോ, കണ്ടോ ഗൈസ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓക്കെ, അവിടെ രാവിലെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ആൾക്കാർ, പിള്ളേരെ. അപ്പോൾ അത് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ തലയിലെ കിടുക്കിടുക്കിട് മസാജുകൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ചിന്നിനെ തലമുടിയൊക്കെ കെട്ടി വെച്ചിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്, തുടങ്ങാൻ പോവാണ്.
അങ്ങനെ ചിന്നുവിനെ അവരുടെ സ്പാ ബെഡിലേക്ക് കിടത്തി. പിന്നെ ആദ്യം മുഖത്തൊക്കെ മസാജ് ചെയ്ത് നല്ലപോലെ അവർ മസാജ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ദേഹത്ത് എണ്ണ തേക്കുന്നത്. ആദ്യത്തെ ഒരു 10 ദിവസം നമ്മൾ എണ്ണയും ദേഹത്ത് എണ്ണ തേച്ച് ചൂട് പിടിച്ച് വേത് കുളിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് കിഴി വരുന്നത്. ആദ്യത്തെ 10 ദിവസം എണ്ണ തേച്ച് നല്ലപോലെ തിരുമലും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 4 ദിവസം എന്ന് പറയുന്നത് ഇലക്കിഴിയുണ്ട്, അതുപോലെ തന്നെ ഞവരക്കിഴിയുമാണ്. 3 ദിവസം ഇലക്കിഴിയും അതുപോലെ തന്നെ ലാസ്റ്റ് ദിവസമാണ് ഞവരക്കിഴിയും വരുന്നത്. ഇതെന്ന് പറയുന്നത് അവരുടെ ഫേസ് പാക്കാണ്. അവരുടെ നമ്മുടെ പാലാഴിയുടെ തന്നെയാണ് ഫേസ് പാക്കുകളൊക്കെ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് കയ്യിലും കാലിലും എല്ലാം ഫുൾ ബോഡി മസാജിങ് ഉണ്ട്, നല്ലപോലെ തിരുമുന്നത്. പിന്നെ ബോഡി ഫുള്ള് പാക്കിടും. അതിനുശേഷം ഇതാണ് നമ്മുടെ 10ാം ദിവസമുള്ള ഇലക്കിഴി എന്ന് പറയുന്ന ഇലക്കിഴിയാണ്. അത് ചൂടോടെ തന്നെ നമ്മൾ ഫുൾ ബോഡിയിൽ പിടിക്കണം. ബാക്കി തിരുമലെല്ലാം കഴിഞ്ഞു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളി കഴിഞ്ഞിട്ടുള്ള സീനാണ്. പിന്നെ ലാസ്റ്റ് ദിവസമായ ഞവരക്കിഴിയാണ് ചെയ്യാനുള്ളത്. അത് തലേ ദിവസം അവർ ഞവരയും അവരുടെ ഇതൊക്കെ ഇട്ടിട്ട് പാലും ചേർത്തിട്ട് ഒരു കൂട്ടൊക്കെ തയ്യാറാക്കി അവരുടെ കുളിയുടെ 14ാമത്തെ ദിവസമാണ്. അപ്പോൾ ഹെയർ പാക്കും ഹെയർ മസാജൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആയുർവേദ ഫേഷ്യലുണ്ട് അവരുടെ. ഇന്ന് ഞവരക്കിഴി ഇന്നൊരു ദിവസത്തേനേ ഉള്ളൂ. ഞവര വെച്ചുള്ള കിഴിയാണ്. അതിൻ്റെ തന്നെ സ്പെഷ്യൽ ആയുർവേദിക് പാക്കാണ്. ഫേസ് മാസ്ക് ഉണ്ട്. മാസ്ക് അല്ലേ, ഫേസ് പാക്കാണ്. ഫേസ് പാക്കും ഇടുന്നുണ്ട്. അപ്പം ഞാൻ ബ്രൈറ്റ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ബ്രൈറ്റായിട്ട് കാണാം. അപ്പോൾ ആദ്യം ഫേസ് പാക്ക് ഇടാൻ പോവാണേ. അതെന്നെ ഒന്ന് കണ്ടോളൂ കേട്ടോ. നിങ്ങൾ പറയണേ ഞാൻ ബ്രൈറ്റ് ആയിരുന്നേ. ആദ്യം പതിവ് പോലെ തന്നെ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുഖത്ത് പിന്നെ നമ്മുടെ ഓരോ ബ്ലാക്ക് ഹെഡ്സും ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഞവരക്കിഴി വെക്കുന്നത്. ഭയങ്കര തണുപ്പാണ്. നമ്മുടെ ബോഡിയൊക്കെ നല്ല തണുപ്പും നല്ല സുഖമാണ്. അവരുടെ ഞവരയിൽ തന്നെ ഉണ്ടാക്കിയ പാക്കൊക്കെ ഉണ്ട് മുഖത്തിടാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പെഡിക്യൂർ മാനിക്യൂർ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അത് ലാസ്റ്റ് 14ാമത്തെ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 14ാമത്തെ ദിവസം ഇത്രയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫുൾ ബോഡി ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. എന്താ പറയുന്നത് അറിയത്തില്ല. ഫുൾ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം ലാസ്റ്റ് ദിവസമാണ് നമ്മുടെ കൊച്ചു പോവുകയാണ്. അഞ്ജന തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്.